ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹുഡീസ് ലൈഫ്. ഹുഡീസ് ലൈഫിൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു എല്ലാവർക്കും വളരെയധികം കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീഡിയോ ആണ്. അതിമനോഹരമായ ഒരു വീഡിയോ. നിങ്ങളിതെല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് നല്ലൊരു സണ്ണി വെതറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിറങ്ങിയത്. പാപ്പിയുണ്ട് എൻ്റെ കൂടെ. പാപ്പി സോ എക്സൈറ്റഡ് ആണ്, പക്ഷേ പാപ്പിനെ കിട്ടുന്നില്ല. പാപ്പി ഭയങ്കര ബിസിയാണ്. പാപ്പി ഓടി നടക്കുവാണ്. പാപ്പി നമ്മൾ എവിടെ പോകുന്നത്? നമ്മൾ പോകുന്നത് ട്യൂലിപ്പ് ഗാർഡൻ. ഈ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് വാർവിക്ക്ഷയറിലെ ഒരു കൺട്രി സൈഡിലാണ്. ഇവിടെ 100 വെറൈറ്റീസ് ഓഫ് ട്യൂലിപ്പ് ഉണ്ട്. ഏർലി, മിഡ് ആൻഡ് ലേറ്റ് ബ്ലൂമേഴ്സ് ആണ് കൂടുതലും. ഈ ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. ഇപ്പോൾ നിലവിൽ മെയ് 5 വരെ ഉള്ള ടിക്കറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അഡൽട്ട് ടിക്കറ്റ് ചാർജ് പറയുന്നത് ഏകദേശം 16.95 ആണ്, എന്ന് വെച്ചാൽ 14+. പക്ഷെ അതുപോലെ തന്നെ കിഡ്സിന് 2 to 13 സെയിം റേറ്റ് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. പിന്നെ നല്ലൊരു വിശാലമായ കാർ പാർക്കിങ്ങും ഉണ്ട്. നമുക്ക് ആ എൻട്രൻസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത് ഫീൽഡല്ല, അത് ജസ്റ്റ് നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ഫീൽഡിലോട്ട് പോവാം. പക്ഷെ അതിന് മുമ്പ് ഇവിടെയുള്ള ഫ്ലവേഴ്സൊക്കെ നോക്കാം. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഫ്ലവേഴ്സൊക്കെ കാണുന്നത്. വളരെയധികം ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇവിടെ കൂടുതൽ പേരും വരുന്നത് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കിയാണ്. അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി നല്ല സ്പേസസ് ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ ഫോട്ടോസൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാംസിലൊക്കെ റീൽസ് ഇടാനും ഒക്കെയുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വേറെ ഒത്തിരി ഹൈലൈറ്റ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽഡിൽ ഇറങ്ങി, ഇപ്പോൾ നമ്മൾ ഫീൽഡ് ഇതാത് കാണുന്നതാണ് ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ നല്ല നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്, നല്ല വെറൈറ്റി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരുടെ തന്നെ 2 ആൾക്കാർ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഈ കാണുന്നത് അവരുടെ ഫോട്ടോസാണ്. അവർ ഈ ഫീൽഡിനകത്തൂടെ ഇങ്ങനെ ഗിറ്റാറൊക്കെ വായിച്ച് നമ്മുടെ ഇടയിലൂടെ നടക്കും. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുവാണെങ്കിൽ അവർ അവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യും നമുക്ക് വേണ്ടി. പിന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീൽഡാണ്. വലിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു ഹാർട്ട് ഷേപ്പിലൊരു ഹട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഫ്രെയിമിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് ഫുള്ള് ഫ്ലവേഴ്സായിട്ട് വരും. ഇത് കൂടാതെ നമ്മുടെ ഈ ഒരു കാളവണ്ടി ഉണ്ട് ഒരു സൈഡിലായിട്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാനത് വിട്ടുപോയി വീഡിയോ എടുക്കാൻ. പക്ഷേ നല്ലൊരു കാളവണ്ടിയാണ്. അപ്പോൾ ആ കാളവണ്ടിയുടെ മുകളിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് വെച്ചാൽ ഫുള്ള് ഫ്ലവേഴ്സാണ്. അത് നല്ല മനോഹരമാണ്. പിന്നെ ഒരു ബൈക്കുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ബൈക്കിൽ കയറി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും അവിടെ. കാരണം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ല വൈറ്റും യെല്ലോയും റെഡും ഒക്കെ ആയിട്ടുള്ള ഫുൾ നല്ല ഫ്ലവേഴ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റെഡ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ യെല്ലോ ഫ്ലവേഴ്സുമാണ്. അതിനാണ് ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയത്. ചില ഫ്ലവേഴ്സ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നല്ല ഭംഗി തോന്നും, പക്ഷേ ദൂരെ നിൽക്കുമ്പോൾ അത്രയ്ക്ക് ഭംഗി തോന്നില്ല. പക്ഷേ ഈ റെഡും യെല്ലോയും എത്ര ദൂരെ നിന്നാലും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് പാപ്പി പിണങ്ങിപ്പോയി, പാപ്പിനെ കാണാതെ പോയി. പിന്നെ ഞാൻ പോയി തപ്പി പിടിച്ചുകൊണ്ട് വരുമായിരുന്നു പാപ്പീനെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ ഇതാണ് നിങ്ങൾ ഫുൾ ഫീൽഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുപോലെ നമുക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം ഈ ഫീൽഡിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. ഫ്ലവേഴ്സ് എല്ലാം കാണാനും ഫോട്ടോ എടുക്കാനും. അപ്പോൾ പിന്നെ പാപ്പിക്കൊരു ഡാൻസ് കളിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. പിന്നെ പാപ്പിയും പാപ്പിയുടെ ഫ്രണ്ടും ഒക്കെ കൂടി ഭയങ്കര ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കുറച്ച് നേരത്തേക്ക്.
ഇവിടെ റിസപ്ഷൻ്റെ അവിടെ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ആ എൻട്രൻസിൻ്റെ അവിടെ കുറേ ടൂലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ച് നമുക്കിങ്ങനെ ഒരു സെറ്റ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫ്ലവേഴ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഫ്ലവേഴ്സ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ അവിടുന്ന് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വരണം. എന്നിട്ട് നമുക്ക് അതിപ്പോൾ ബാസ്ക്കറ്റിൻ്റെ അകത്താക്കിയും അല്ലാതെ കയ്യിലൊക്കെ പിടിച്ചും ഒക്കെ ഓരോ രീതിയിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. സോ അങ്ങനെയും ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ യെല്ലോ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു യെല്ലോ ഫ്ലവേഴ്സ്. ശരിക്കും ഒരു റോസപ്പൂ പോലെ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു താമരപ്പൂ പോലെയൊക്കെ. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു യെല്ലോ ഫ്ലവേഴ്സൊക്കെ. ഈ ടൂലിപ്പ് ഗാർഡൻ്റെ അകത്ത് ഏകദേശം 15ഓളം സ്പോട്ടുകളുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള. അങ്ങനെ ഏകദേശം നമ്മൾ ടൂലിപ്പ് ഗാർഡൻ ഫുള്ള് നടന്ന് കണ്ടു. എല്ലാ സ്ഥലത്തും പോയി നമ്മൾ ഫോട്ടോസൊക്കെ ആവശ്യത്തിന് എടുത്തു. പിള്ളേർക്ക് ആണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഓടിക്കളിക്കാനും ഫോട്ടോസ് എടുക്കാനും അവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അവർക്ക് ഡാൻസ് കളിക്കാനും അങ്ങനെ എല്ലാവരും എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ചെന്ന് നല്ലൊരു സണ്ണി വെതർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നന്നായിട്ട് പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചെന്നാൽ വെളിയിലോട്ട് പതിയെ ഇറങ്ങാം. കാരണം വെളിയിലും കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ജീപ്പിലായിട്ടും അതല്ലാതെ ഓരോ ബാസ്ക്കറ്റിൻ്റെ അകത്തും പിന്നെ ഓരോ ട്രീസിൻ്റെ അകത്തും ഒക്കെ അവരിങ്ങനെ ഓരോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. അത് ഒന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. ടേസ്റ്റ് ഓഫ് ഹോളണ്ട് എന്ന് പേരിട്ടിരിക്കുകയാണ് അവരതിന്. നല്ല സ്വാദിഷ്ടമായ പാൻ കേക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ കോഫി ഹൗസസ് ഉണ്ട്, ബർഗർ ഉണ്ട്, പിന്നെ ചീസി ചിപ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിലെല്ലാം പുറമെ നമുക്കിവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. എന്ന് വെച്ചാൽ ചിക്കനല്ല, മാഷ്മെലോസ് ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഞാനത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ബാർബിക്യൂ ചെയ്യുന്നത്. മാഷ്മെലോസ് വളരെ ടേസ്റ്റി ആയിരുന്നു അത്. പിന്നെ എന്തായാലും ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ടൂലിപ്പ് ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ സീസൺ തീരുന്നതിന് മുമ്പ് എല്ലാവരും പോയി ടൂലിപ്പ് ഗാർഡൻ കാണുക, ഫോട്ടോസൊക്കെ എടുക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഗൈസ്.